നമസ്കാരം. ഒരു കാലത്ത് ടെലിവിഷൻ ചാനലുകളിലെ പ്രധാന അവതാരകനായിരുന്നു സനൽ പോറ്റി. മലയാളം ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യകാല പ്രധാന മുഖങ്ങളിലൊന്ന്. കളമശ്ശേരി SCMS കോളേജ് പബ്ലിക് റിലേഷൻസ് മാനേജറായി പ്രവർത്തിച്ചു വരുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം. 55 വയസ്സായിരുന്നു. വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. മൃതദേഹം മഞ്ഞുമൽ സെൻറ് ജോസഫ് ആശുപത്രിയിലാണ്. നിരവധി ചാനലുകളിൽ അവതാരകനായും പ്രൊഡ്യൂസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ദീർഘകാലമായി രോഗബാധിതനായിരുന്നു സനൽ പോറ്റി. 2 വൃക്കകളുടെയും പ്രവർത്തനം 2 വർഷം മുൻപ് നിലച്ചിരുന്നു. 2018 പക്ഷാഘാത ബാധിതനായിരുന്നു. 3 വർഷം മുൻപായിരുന്നു ഇദ്ദേഹത്തിന് വൃക്കരോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ ആരോഗ്യാവസ്ഥ മോശമാവുകയും ഇന്ന് പുലർച്ചെയോടെ മരണം സംഭവിക്കുകയുമായിരുന്നു. ഒരു രാത്രിയിൽ രക്തസമ്മർദ്ദം കൂടി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് പോലെ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. അന്നു മുതൽ ചികിത്സയാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ്, ചിലപ്പോൾ എണ്ണം കൂടും. 2018 ഒരു പക്ഷാഘാതം വന്നപ്പോഴാണ് ശരീരം ആരോഗ്യത്തിൻ്റെ താളക്കേടുകൾ ആദ്യം കാണിച്ചത്. ഇങ്ങനെയായിരുന്നു തൻ്റെ അസുഖത്തെക്കുറിച്ച് സനൽ പോറ്റി പ്രതികരിച്ചിരുന്നത്. ശ്വാസമുട്ടലും തളർച്ചയും രക്തസമ്മർദ്ദ വ്യതിയാനവും അടക്കമുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇപ്പോൾ കഴിയുന്നത്ര പരിപാടികളിൽ പക്ഷേ സനൽ പങ്കെടുത്തിരുന്നു. 3 മാസം മുമ്പ് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ബുൾബുൾ സംഗീതത്തിൻ്റെ ഡോക്യു ഫിലിം പ്രകാശനത്തിൽ അവതാരകനായിരുന്നു അദ്ദേഹം. MDയുടെ മഞ്ഞ് നോവലിലെ കുറച്ച് ഭാഗം വായിക്കുകയും ചെയ്തു. കളമശ്ശേരി മുട്ടം സിൽവറിലേക്ക് ഫ്ളാറ്റിൽ നിന്ന് മുപ്പത്തടം ടണൽ സ്ക്വയർ ഡയാലിസിസ് സെൻ്ററിലേക്ക് യാത്രകൾ ജീവിതത്തിൻ്റെ ശീലമായി എന്നും പ്രതികരിച്ചിരുന്നു. ഹൃദയത്തിന് താഴെയുള്ള അയോട്ട മഹാധമനിയിലെ വീക്കം മാറ്റുന്നതിലടക്കം ചികിത്സ നടത്തി. അത് കഴിഞ്ഞ് ഡിസംബറിൽ ചേച്ചി നൽകുന്ന വൃക്ക സ്വീകരിക്കുന്നതിനുള്ള ശസ്ത്രക്രിയ നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. ഡിസംബർ 25 MDയുടെ ചരമദിനത്തിൽ മഞ്ഞിൻ്റെ ബാക്കി ഭാഗം വായിക്കണം, ആരോഗ്യം വീണ്ടെടുത്ത് ഞാൻ വരുമെന്ന് സനൽ പോറ്റി 2 മാസം മുമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും നടത്താനാകാതെയാണ് അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നത്. ജേർണലിസ്റ്റ്, ടെലിവിഷൻ അവതാരകൻ, റേഡിയോ അവതാരകൻ, എഴുത്തുകാരൻ, അഭിനേതാവ് എന്നീ നിലകളിലെല്ലാം അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. റേഡിയോ അവതാരകനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ തുടക്കം. ആകാശവാണിയിലൂടെയായിരുന്നു തുടക്കം. പിന്നീട് കുറച്ചുകാലം ഗൾഫിലെ റേഡിയോ നിലയങ്ങളിൽ ജോലി ചെയ്തു. അതിനുശേഷം കേരളത്തിൽ തിരിച്ചെത്തിയ സനൽ ടെലിവിഷൻ ചാനലുകളിൽ അവതാരകനായി പ്രവർത്തിക്കുകയായിരുന്നു. ചില സിനിമകളിലും അദ്ദേഹം മുഖം കാണിച്ചിട്ടുണ്ട്. 2015 ദി റിപ്പോർട്ടർ എന്ന സിനിമയിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്നത്. പിന്നീട് 2017 സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിലും അഭിനയിച്ചു.